ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്നൊരു പ്ലാൻ വന്നായിരുന്നു. അപ്പോൾ അവർ പ്ലാൻ അയച്ചു. ഈ പ്ലാൻ അയച്ചതെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടൊന്ന് പുതുക്കി പണിയുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലാൻ നോക്കി ഞാൻ ഒരു ഇത് നോക്കിയപ്പോഴത്തേക്ക് ഈ ഏകദേശം ഈ ഒരു ടൈപ്പിലാണ് അവരുടെ പ്ലാൻ ഇരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ് അവരുടെ ഈ ഏകദേശം ഈ ഭാഗത്താണ്, അതായത് വടക്ക് കിഴക്കിന്റെയും കിഴക്കിന്റെയും കൂടെ ഏകദേശം ഇടയ്ക്കായിട്ടാണ് അവരുടെ എൻട്രൻസ് വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവർക്കിപ്പം അവർ വീടൊന്ന് പുതുക്കി പണിയുകയാണ്. സൗത്ത് വെസ്റ്റിൽ ഒരു പുതിയ റൂം എടുത്താൽ അവർക്ക് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനവർക്കൊരു ടോയ്ലറ്റ് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നീ കാര്യങ്ങൾ അറിയാനായിട്ടാണ് അവർ നമ്മളെ വിളിച്ചത്. അങ്ങനെ ഞാൻ ഈ പ്ലാൻ എടുത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, സാമ്പത്തികം കയ്യിൽ നിൽക്കാതെ ചെലവായി പോകുന്ന ഒരു വീടാണല്ലോ ഇത്. ശരിയാണ് സാറേ, ശരിക്കും പൈസ വരുന്നുണ്ട്, പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഏതാണ്? അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ആണ്. നിങ്ങൾ 2025 ഏത് റൂമിലാണ് കിടന്നത്? അത് 2025 നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂമിലാണ് കിടന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ 2025 നിങ്ങൾക്ക് നല്ല സാമ്പത്തിക പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. സാറേ, 2025 സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു സാമ്പത്തിക പ്രോബ്ലം വന്ന് ഒരു 20 കോടി രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും നിങ്ങളുമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ ഇവിടെ എടുത്ത് നിങ്ങളുമായിട്ട് ഇത് പറയുന്നത്. ഇവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഇത് അവരുടെ വീടിന്റെ പ്ലാനാണ്. കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണ്. ഈ വീട്ടില് ഇവർക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ല. ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന 45 ഡിഗ്രിയിലെ തെക്ക് പടിഞ്ഞാറ് മൂല അവർക്കില്ല. അപ്പൊ വാസ്തുവിൽ പറയുന്നു, വടക്ക് കിഴക്ക് ഭാഗത്ത് ശിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് വാസ്തു പുരുഷൻ കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് വരുന്ന ഊർജം ഇവിടെ സ്റ്റോർ ആവൂല. എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ ചെലവായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എന്തു പറ്റി? കന്നിമൂല തുറന്നു കിടക്കുന്നു, പൈസ നിൽക്കത്തില്ല. ഇതൊരു കാരണം. ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവും എന്ന് ചോദിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെങ്ഷുയുടെ തിയറി അനുസരിച്ചിട്ട് വീടിന്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ എല്ലാ വർഷവും കടന്നു വരും. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോൾ ഈ രീതിയിൽ നക്ഷത്രങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം നക്ഷത്രങ്ങൾ വന്നത് ഇങ്ങനെയായിരുന്നു. വീടിന്റെ ബ്രഹ്മസ്ഥാനത്ത് 2 എന്ന് പറയുന്നൊരു നക്ഷത്രം, അതായത് വീടിന്റെ കറക്റ്റ് നടുക്ക് ഭാഗത്ത് 2 എന്ന് പറയുന്ന ഒരു ഫെങ്ഷുയുടെ ഒരു നക്ഷത്രം, ഇതൊരു എനർജിയാണ്. അപ്പൊ ഇതിന് പേര് 2 എന്നാണ്. അപ്പൊ ഈ ഇതിന് 6 സ്റ്റാർ എന്നാണ് പറയുന്നത്. ഈ 2 സെന്ററിൽ വന്നു. എന്നിട്ട് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 എന്ന് പറയുന്ന ഒരു സ്റ്റാർ വന്നു. വെസ്റ്റിലാണെങ്കിലോ 4 എന്ന് പറയുന്ന ഒരു എനർജി വന്നു. നോർത്ത് ഈസ്റ്റിൽ 5 ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനോടകം പല പ്രോഗ്രാംസ് ചെയ്തു. 5 എന്ന് പറയുന്ന സ്റ്റാറിന്റെ എനർജി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ ഇവർ അറിഞ്ഞോ അറിയാതെയോ 2025 ഇവർ കിടക്കുന്ന റൂം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ റൂമാണ്. അപ്പൊ ഈ റൂമിൽ ആ വർഷം കടന്നു വന്ന എനർജി എന്ന് പറയുന്നത് 5 ആണ്. 5 ടോട്ടൽ ലോസ് ആണ്. സ്വാഭാവികമായും ഇവരെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ആ റൂമിനകത്ത് വന്നു നിന്നത്. ഓരെങ്കിലോ കന്നിമൂല തുറന്നും കിടക്കുന്നു. എന്ത് തന്നെ ആയാലും ഇവർക്ക് 20 CR കയ്യിൽ നിന്ന് പോയെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ കാരണം ഫെങ്ഷുയി പ്രകാരം അല്ലെങ്കിൽ വാസ്തുപ്രകാരം നോക്കുമ്പോൾ ഈ 2 കാരണങ്ങളാണ്. അവർ കിടന്ന റൂമും അവിടെ ഇതും. ഇനി ഇവര് ഫെങ്ഷുയി കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. ഇവര് ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അവർ ഫെങ്ഷുയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെങ്ഷുയുടെ വർഷാവർഷം വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാ വർഷവും ജനുവരിയിൽ അവർ കൺസൾട്ടിങ് എടുത്തിട്ടുണ്ടാവണം. അപ്പൊ ജനുവരിയിൽ ചോദിക്കും, നിങ്ങളുടെ ബെഡ്റൂം ഏതാണ്? നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ആണ്. അയ്യോ, നോർത്ത് ഈസ്റ്റ് ബെഡ്റൂമിൽ ഈ വരുന്ന ഫെബ്രുവരി 4-ാം തീയതി 5 എന്ന് പറയുന്ന സ്റ്റാർ വരുന്നുണ്ട്. അത് ടോട്ടൽ ലോസ് ആണ്. അതിനകത്ത് കിടന്ന ഒരുപാട് നഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ആ റൂം മാറിക്കോ, മറ്റൊരു ബെഡ്റൂമിൽ കടന്നോ എന്ന് ഇവർക്ക് ആദ്യമേ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തന്നെ. അതല്ല, അവർക്ക് തീരെ കിടക്കാൻ പറ്റുന്നില്ല, ഒറ്റ ബെഡ്റൂമേ ഉള്ളെങ്കിൽ അതിന്റെ റെമഡി എങ്കിലും ചെയ്തന്നെ. പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞതുപോയി. ഇതെല്ലാം സംഭവിച്ചിട്ട് ഇപ്പോഴും അവർക്ക് അറിയില്ല ഈ റൂമാണോ അല്ലെങ്കിൽ ഈ കന്നിമൂലയാണോ ഇവിടെ പ്രശ്നത്തിന് കാരണമെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്കത് ബോധ്യപ്പെടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ഈ 5 ഇപ്പോൾ ഈ വർഷം, അതായത് 2026 ഫെബ്രുവരി 4 മുതൽ 2027 ഫെബ്രുവരി 3 വരെയുള്ള ഒരു ചൈനീസ് ഇയർ ടൈമിൽ ഈ 5 ഇപ്പം നിൽക്കുന്നത് സൗത്തിലാണ്.
സൗത്തിൽ പ്രധാന വാതിലുള്ളവരോ സൗത്തിൽ ബെഡ്റൂം ഉള്ളവരോ ഈ വർഷം വളരെ വളരെയധികം സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരു നഷ്ടം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ അതിന് പരിഹാരം ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ റൂം മാറുകയോ വേണം. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ക്രിസ്റ്റൽസ് ഉണ്ട്. ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലും ഉണ്ട്, അതല്ലാതെ ആർട്ടിഫിഷ്യലും ഉണ്ട്. ഇപ്പൊ ഈ ഒരു ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ചെറിയൊരു ക്രിസ്റ്റൽ ബോളാണ്. ഇത് ആർട്ടിഫിഷ്യലാണ്. ഇത് അതിന്റെ കുറച്ചും കൂടെ വലിയ ബോളാണ്. ഇതും ആർട്ടിഫിഷ്യലാണ്. അതേസമയം ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഇതും വൈറ്റ് ആണ്, ഇതും വൈറ്റ് ആണ്. പക്ഷെ ഇത് നാച്ചുറൽ ആണ്. കാഴ്ചയിൽ ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്, പക്ഷെ ഇതിന് അത്രയും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ ഇത് ഒറിജിനൽ സ്റ്റോൺ ആണ്. അപ്പൊ ഈ ക്രിസ്റ്റൽസ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എർത്ത് എനർജി വരുന്ന സ്ഥലങ്ങളിൽ ആ എർത്ത് എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ 2 ക്രിസ്റ്റൽ ബോൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഇത് എന്തിനു ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് വലതുകൈയിൽ ധരിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് എക്സാം ടൈമിൽ കൃത്യമായിട്ട് എടുത്ത് എഴുതാനും ഈ വൈറ്റ് ക്രിസ്റ്റലുകൾ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് പഠിക്കുന്ന സമയത്തും എക്സാം എഴുതുന്ന സമയത്തും ഇത് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊരു സ്റ്റോണിനെ കൂടെ പറ്റി നമുക്ക് പറയാം. ഇതിന്റെ തന്നെ പെൻഡന്റുകളുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, മാലയുണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളും അത് ഫംഗ്ഷനിൽ കിട്ടുന്നുണ്ട്. ഇത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കൊടുക്കുന്നതാണ്. ഇത് അമത്തീസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ്. എപ്പോഴും ഒരു സ്പിരിച്വൽ എനർജി നിൽക്കാനും ഒരു ഡിവൈൻ എനർജി നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് റോസ് കോഴ്സ് ധരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ലാവ എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് ആണ്. ബോഡിയിലെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നെഗറ്റീവ് എനർജി ശരീരത്തെ കയറാതിരിക്കാനായിട്ടും ലാവ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.